പക്ഷേ വലിയ ട്രെയിനിങ് കൂടി എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ ആദ്യം ജോബില്ലാണ്ടിരിക്കുകയായിരുന്നു. അതിന് ശേഷം ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാം റീൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ട്രാക്ക് പൈയുടെ ആഡ് കണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എൻക്വയറി ചെയ്തു, പക്ഷെ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ എന്നെ വിത്തിൻ 1 അവറിനുള്ളിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് ആദ്യം എനിക്ക് ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തു. ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു ആദ്യം. അതിനുശേഷം മാനേജ്മെന്റ് വഴി ഇന്റർവ്യൂ ചെയ്തു. ഞാൻ സ്കിൽഡ് ആണെന്ന് തോന്നിയപ്പോൾ അവരെന്നെ സെലക്ട് ചെയ്തു. പിന്നെ അതിനുശേഷം നമുക്ക് ട്രാക്ക് പൈയുടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ വിനായക് സാറാണ് ഞങ്ങൾക്ക് എനിക്ക് ഇന്റർവ്യൂ ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ 3-4 ഇത് ഉണ്ടായിരുന്നു ഞങ്ങൾ ട്രെയിനിങ് ഗ്രൂപ്പിൽ. അങ്ങനെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത്. ആദ്യം ഭയങ്കര പേടിയിലൊക്കെയാണ് ജോബിന് വന്നത്. പക്ഷേ എന്താ പറയുക, സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമുക്ക് ഓരോന്നും നമുക്ക് പ്രൊഡക്റ്റ് നോളജ് ആണെങ്കിലും അവര് എങ്ങനെയാണ് ഒരു കസ്റ്റമറോട് സംസാരിക്കേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ നമുക്കൊരു കഥയിലൂടെ അത് പറഞ്ഞു തന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. ഇന്റർവ്യൂവിൽ കിട്ടിയതിന് ശേഷം ജോബിന് വന്നതിന് ഇപ്പോൾ ഞങ്ങളിപ്പോൾ മൂന്നാറാണുള്ളത്. മൂന്നാറിൽ വന്നിട്ട് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യണത്. കാരണം എനിക്ക് ആദ്യം ഇത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ വലിയ ട്രെയിനിങ് കൂടി എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്ത് പോകുന്നു.